ചുമ്മാ അതൊക്കെ താ. ഏയ് അതെന്റെ ഡ്രസ്സാ. ജയിലിലെ യൂണിഫോം നിനക്ക് ഇഷ്ടോ? എക്സ്ക്യൂസ് മീ, ചെന്നൈക്ക് 6 ടിക്കറ്റ് വേണം. പേര് പറ. കാവ്യ, വിഘ്നേഷ്, അർജുൻ, പ്രീതി, അനിത. എന്താ വെച്ചേ ഫ്ലൈറ്റ് പോലെ പറന്നു പോകുന്നേ? നിർത്തല്ലേ. അടുത്തയാള് കാട്ട് വാസി. കെ വാസി. ആ കുത്തിരിക്കുന്ന സിംഗ് ആണോ? റെഡ് ടോപ്പ്. അതെ സർ, വാസി സിംഗ്. എങ്കിൽ ക്യാഷ് ഇതാ. കാർഡൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല വെച്ചേ. ക്യാഷ് എടുക്ക്. കാർഡ് മാത്രമേ ഉള്ളൂ കാവ്യ. നിന്റെ കാശുണ്ടോ? കാവ്യ, നിന്റെ കൂടെ വരുമ്പോ എപ്പോഴാ കാശ് കൊണ്ടുവന്നേക്കുന്നേ? അതെ കൊച്ചേ. ഹലോ, നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഇതിന് ആളെ മെനക്കെടുത്തുന്നേ. കാശില്ലെങ്കിൽ സ്ഥലം വിടാൻ നോക്ക്. ഇത് ഇവിടെ എടുക്കുവോ? അതവിടെ വെക്ക്. ആൻഡമാൻ 4 കരുതിയ ഇതെടുത്ത് ടിക്കറ്റ് തരാമോ? ഇത് എത്രക്കുണ്ട്? 25 lakhs. 25 ലക്ഷം. വീട്ടുകാരോടൊപ്പം അമ്പലത്തിൽ പോകുന്ന പതിവാ. ഞാനതുകൊണ്ട് പോവാ. ബൈ. ഇന്ന് ന്യൂ ഇയർ ആണല്ലോ. എന്റെ വീട്ടിലും പൂജയുണ്ട്. ഞാൻ എന്നെ വിളിച്ചായിരുന്നല്ലോ. ബൈഡാ. നീ ആൻഡമാനിൽ ഇറങ്ങി വീട്ടിൽ പോയിരുന്നോ? പേഷ്യന്റിന്റെ ആളാരാണ്? വേഗം ഒരു സീരിയസ് ആണ്. ബൈ. ബൈ. കാവ്യ, അവനെ ഹോസ്പിറ്റലാക്കി. അതോടെ എല്ലാം കഴിഞ്ഞു. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. ഐ വിൽ ബി ബാക്ക് ഇൻ 10 days. സേഫ് ആയിരിക്കണം. മുളങ്കാടുകളിൽ അല്ലെല്ലാം പാടി വരും തെന്നലേ തെന്നലേ. അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ. അയ്യോ, എന്ത് ചെയ്തോണ്ടിരിക്കും നിങ്ങളുടെ? കണ്ടീഷനിലാണോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കായിരുന്നു മാഡം. അയ്യോ നല്ലതാ. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. മറ്റുള്ളവരൊക്കെ എവിടെ? കുഞ്ഞ് 10 ദിവസം കഴിഞ്ഞു വരുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അങ്ങ് ലീവ് കൊടുത്തു മാഡം. എന്നോട് പറഞ്ഞിട്ട് ലീവ് കൊടുക്കാറുന്നല്ലോ. മാഡം വരുമ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇഡിയറ്റ്. താങ്ക് യു. കുക്കിംഗ് അറിയാമോ നിങ്ങക്ക്? അറിയാന്നോ? അതല്ലേ എന്റെ ജോലി തന്നെ. കുഞ്ഞിന്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ തന്നെയല്ലേ കുക്ക് ചെയ്ത് തന്നത്. എന്താ മാഡം? ഓക്കെ. ഹലോ, ഇസ് ഇറ്റ് ഫോർട്ടിസ് ഹോസ്പിറ്റൽ? യെസ്. ഇന്ന് രാവിലെ തലയില് ഇഞ്ചുറി ആയിട്ട് ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിരുന്നു. I just want to know. എന്താ ഇത്? നിങ്ങളാണ് അയാളെ കൊണ്ടുവന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടേച്ച് പോയത് മര്യാദയാണോ? ഇവിടുത്തെ ബില്ലൊക്കെ ആരെ അടയ്ക്കുക? അയാൾ ആകെ സീരിയസ് ആയിട്ട് കിടക്കുക. വേഗം വരൂ. ഹലോ ഹലോ ഹലോ. മേഡം, അവിടേക്ക് പോരുത്. അയാളുടെ തലയ്ക്ക് പരിക്കേറ്റിരിക്കുക. മെമ്മറി ലോസാ. അയാൾ ആരാന്ന് അയാൾക്ക് തന്നെ അറിയില്ല. എല്ലാവരും അടിക്കുക. മുരുക, എവിടുന്നാ സംഭവിച്ചേ? എവിടുന്ന് ആംബുലൻസ് അങ്ങോട്ട് പോണുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിനെ കിടത്തി തുറക്കുന്നുണ്ടല്ലോ. അവൻ അവിടെ ഗുഡായിപ്പ് കാണിച്ചിരിക്കുക. അവന് മയങ്ങാനുള്ള മരുന്ന് കൊടുത്ത് ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുക. എന്തേ പറയണേ? പിന്നല്ലാതെ
നമ്മുടെ ഇവിടുന്ന് ഒരു ലേഡി ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്ത് അവൻ എങ്ങനെയുണ്ട് സുഖമാണെന്ന് ചോദിച്ചേക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ലേഡി മേഡമാണ്. എനിക്ക് ലേഡീസ് വോയിസ് ഒന്നും വരത്തില്ല. അപ്പൊ ഞാൻ ചെയ്തിട്ടില്ല. കുഞ്ഞല്ലാതെ വേറെ ആരാ ചെയ്തേ? കറക്റ്റ് അല്ലേ? ഇത് ബുദ്ധിപൂർവ്വം ഞാൻ മനസ്സിലാക്കിയിട്ട് എന്റെ മേഡത്തിന്റെ വേണ്ടപ്പെട്ടവരാണ്. വേഗം ഇവിടേക്ക് കൊണ്ടുവരൂ. ചില്ലി കാശ് ചെലവാക്കാതെ ഞാൻ ഇവിടെ ഇഡിയറ്റ് ഫൂളോ? എന്താ ഇത്? സന്തോഷിക്കുന്ന കണ്ടപ്പോ ഒരു തളപ്പിന് പണി കാണിക്കുന്നേ. ഞാൻ ചെയ്യേണ്ടത് എന്താ സസ്പെൻഡോ? 35 വർഷത്തെ സർവീസാ. എവിടെയാള്? എന്റെ റൂമില്. ഇയാളുടെ റൂമിലോ? അതെ. അവൻ ആരാന്നറിയാമോ? ആരാ? എഴുന്നേറ്റ് എന്തൊക്കെ സംഭവിക്കുന്ന അറിയാമോ? എന്താകാനാ? കാട്ടുവാസിയത്. കണ്ണൊന്ന് തുറന്നു വെച്ചോ. അവൻ എന്തൊക്കെ ചെയ്യുന്ന പറയാൻ പറ്റില്ല. നീ എവിടെന്നെങ്കിലും 3-4 പേരെ വിളിച്ചോണ്ടെന്ന് ഇവൻ എവിടെയെങ്കിലും കൊണ്ടാക്ക്. നിങ്ങളുടെ വീട്ടിൽ പുളി വെച്ച് ചമ്മന്തി അരയ്ക്കുന്നോണ്ട് ഞാൻ സാധാരണക്കാരെന്ന് വിചാരിച്ചല്ലേ? എന്റെ ഷോർട്ട് നെയിം മുരുകൻ എന്നാ. ഫുൾ പേര് പുലിമുരുകൻ എന്നാ. ചെറുപ്പത്തിൽ പുലികളെ കൊന്ന് പല്ലെല്ലാം വലിച്ചു പറിച്ച് കഴുത്തിൽ മാലയാട്ടിട്ടവനാ പുലിമുരുകൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇനി മറക്കരുത്. ഒരു ശിക്കാരി ശംഭുവിന്റെ കൂടെ സുരക്ഷിതമാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പോയി ചാച്ചിക്കോളൂ. പോയി കിടന്നോളൂ മേഡം. ഹലോ ഹലോ, എടി പ്രീതി, എന്താ സംഭവിച്ചെന്നറിയോ? ആ കാട്ടുവാസി ഇപ്പൊ ഹോസ്പിറ്റലിൽ. കാവ്യേ, ഞാൻ വീട്ടിലാ ഉള്ളത്. എടി റേഞ്ച് ഇല്ലടി. പ്രീതി, ഹലോ ഹലോ പ്രീതി. ആ കാവ്യ, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക കാവ്യ. ബൈ 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 ബൈ. ഓക്കെ. കാവ്യ മേഡം, കാവ്യ മേഡം, കാവ്യ മേഡം, മേഡം, കുഞ്ഞേ, കുഞ്ഞേ, ഒന്ന് എന്നെ കുഞ്ഞേ. എന്ത് പറ്റി? വാ 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 മേഡം, വാ. പറയ്. കുഞ്ഞെ എന്നെ കൂടെ വന്നേ. വാ വാ വാ. കഥ പൂട്ടിരിക്കാണല്ലോ, പിന്നെന്താ പ്രശ്നം? അതെല്ലാം ശരിയാ മേഡം, പക്ഷെ ചുവരിടിച്ച് കളഞ്ഞില്ലേ? നോക്കേ. എവിടേക്ക് പോയേ? ആർക്കറിയാം? ഈ കോന്തൻ ഇവിടെങ്ങാനും ഉണ്ടോ? ആർക്കറിയാം? എവിടെയായിരിക്കും പോയത്? എനിക്കറിയില്ല. ഒരുപക്ഷെ അവൻ എന്റെ വീരകഥകൾ കേട്ട് ഓടിപ്പോയതാണോ? പറയുന്നത് കേക്ക് മേഡം. അവിടെ എന്താ ചെയ്തോണ്ടിരിക്കണേ? വരാനാ പറയുന്നത്. വേഗം വാ, വേഗം വാ. ഓടി വാ. അവനെ വട്ട ഓടി ഒളിക്കണ്ടേ? എങ്ങനെ പേടിയില്ലാതിരുന്ന ജീവിക്കുന്ന എങ്ങനാ? എന്താ മുരുക, പുലി വന്ന പുല്ല് പോലെ പിടിക്കാന്ന് പറഞ്ഞിട്ട് അയാളെ കണ്ടപ്പോ പേടിച്ചോടി എന്തിനാ? അല്ല, അതൊക്കെ ശരിയാ. പുലിമുരുകനാണെന്ന് പറഞ്ഞ് ഞാൻ ഈ വെട്ടുപൂത്ത് വരുന്നവന്റെ അടുത്ത് എങ്ങനെയാ വേദം ഓതുന്നേ? അതൊന്ന് മനസ്സിലാക്ക മേഡം. അയ്യോ, ഫോണ് കുളമായി. അല്ല, കുളത്തിൽ പോയി. ഇവൻ എന്തായി കാണിക്കുന്നേ? എടാ, എന്താണ് നോക്കുന്നേ? ആരാണെങ്കിൽ പുറത്തു പോടാ. നീ പോകലേ? പോണ്ട, ഞാൻ പോവാൻ പോവാ. ആഹാ, കഥക് പൂട്ടിട്ടില്ലേ? ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊന്ന് കാണുന്നേ പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞുവിട്. മേഡം കുഞ്ഞെ, ഇതാണ് എന്റെ ജോലി, അതല്ല എന്റെ ജോലി കേട്ടോ. ഞാൻ ജോലിയിൽ കയറി കഴിഞ്ഞ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. വർക്ക് ഈസ് വർക്ക് ഷിഫ്റ്റ്, യു നോ. നിങ്ങൾ പറഞ്ഞു. അവൻ അവന്റെ ജോലി വേണ്ട.
എന്റെ കുഞ്ഞെ ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്കൊന്നും ചെയ്യാൻ പറ്റും തോന്നില്ല. തോരൻ അരിഞ്ഞു വെച്ചതെല്ലാം അവൻ തിന്നത് കണ്ടില്ലേ കുഞ്ഞെ? എന്റെ സ്വഭാവം. അയ്യോ എടാ ഗ്ലാസ്. അയ്യോ വന്ന വഴി കൂടെ പോകാൻ പാടില്ലടാ നിനക്ക്. പോകാമായിരുന്നല്ലോ സാറേ. ഇവൻ എന്ത് അന്വേഷിക്കുന്നത്? പുഴുങ്ങി വെച്ച പരിപ്പും തേങ്ങ എല്ലാവൻ തിന്നു. ഇന്ന് ഉച്ചക്ക് ഞാൻ എന്ത് ചെയ്യും? മുരുക, എന്താ കുഞ്ഞെ? വയറ് വേദനിക്കണു. മെഡിസിൻ എന്തെങ്കിലും ഉണ്ടോ? ആ വേദനയുടെ പേരാണ് വിശപ്പ്. അതിന് മരുന്ന് ആഹാരം. ഇതൊക്കെ ജീവിതത്തിൽ ഒന്ന് അനുഭവിക്കണമല്ലോ. വിശപ്പിന്റെ വില എന്താന്ന് മനസ്സിലാക്കണം. 77 പേരാ ഒരാൾക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നത്. പഠിക്ക് പഠിക്ക്. എന്റെ കുഞ്ഞെ ഇനി ഉള്ളത് ആ ബിയർ മാത്രമേ ഉള്ളൂ. അതും കൂടെ അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ പൊട്ടിച്ചു കുടിക്കുന്നു. എനിക്ക് വിശക്കണു. വന്നാ വരട്ടെ. എന്റെ ഭഗവാനെ, ആ കാട്ടുമാക്കാൻ ഇത് കാണാൻ ഇടയാക്കരുതേ. ഞാൻ കണ്ടുപിടിച്ചു മാഡം. കൺഫേം ആയിട്ടും അവൻ മനുഷ്യനായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ ആഹാരം തട്ടിപ്പറിക്കില്ലായിരുന്നു. ഇതെന്റെ ബ്രാൻഡല്ല. ശ്രീരാമ വരുന്നോളാ വരുന്നത്. ഇത് വീടിനകത്ത് വന്നു അവൻ വിചാരിക്കുന്നേ. ടിവിയിലെ സിംഹമാണെന്ന് അവൻ അറിയില്ലേ? ടിവി ഓഫ് ആയി. ഒരു പ്രശ്നം ഉണ്ടാകട്ടെ. എന്റെ കൂടെ വാ 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 വാ. അയ്യോ അയ്യോ വേണ്ട വേണ്ട ഞങ്ങളെ അയ്യോ 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 അപ്പ 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 ഓടിക്കോ മേഡം, ഓടിക്കോ. ജീവൻ വേണേ ഓടിക്കോ മേഡം. ഇവന് പ്രാർത്ഥനയിലിരിക്കുക. അയ്യോ ഇവന് നരകാസുരനോ? അയ്യോ